ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള വധിക്കപ്പെട്ടപ്പോൾ പിൻഗാമിയായി കരുതപ്പെട്ടിരുന്ന ഹാഷിം സഫീദ്ദീനെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് സ്ഥിരീകരണം വരികയാണ്. ബെയ്റൂട്ട് കേന്ദ്രീകരിച്ച് വെള്ളിയാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ ഹാഷിമിനെ ഇസ്രായേൽ വധിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെള്ളിയാഴ്ച മുതൽ ഹാഷിം സഫീദ്ദീനെ കണ്ടിട്ടില്ലെന്ന് ഹിസ്ബുല്ല പ്രവർത്തകർ അറിയിച്ചതായി റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു. ഹിസ്ബുല്ലയുടെ ഇന്റലിജൻസ് ആസ്ഥാനം കഴിഞ്ഞ ദിവസമായിരുന്നു ഇസ്രായേൽ സേന തകർത്തത്. ഇവിടെ സഫീദ്ദീൻ ഉണ്ടായിരുന്നു എന്നതാണ് സൂചന. വ്യോമാക്രമണം നടക്കുമ്പോൾ അണ്ടർഗ്രൗണ്ട് കോമ്പൗണ്ടിൽ വെച്ച് മറ്റു നേതാക്കളുമായി സഫീദ്ദീൻ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു എന്നാണ് വിവരം. ഇസ്രായേൽ വകവരുത്തിയ മുൻ തലവൻ ഹസൻ നസ്രുള്ളയുടെ ബന്ധുവാണ് ഹാഷിം സഫീദ്ദീൻ. നസ്രുള്ള കൊല്ലപ്പെട്ടതിനു ശേഷം പിൻഗാമി ആര് എന്നത് ഹിസ്ബുല്ല ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ 1990കളിൽ തന്നെ നസ്രുള്ളയുടെ പിൻഗാമി ഹാഷിം സഫീദ്ദീൻ ആകുമെന്ന് സംഘടന തീരുമാനമെടുത്തിരുന്നു. നിലവിൽ ഹാഷിം സഫീദ്ദീന്റെ വധം IDF ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ IDF പ്രസ്താവന ഇറക്കിയേക്കുമെന്നാണ് സൂചന. അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേൽ സൈനിക ക്യാമ്പിന് നേരെ ഗോലാൻ കുന്നിൽ ആക്രമണമുണ്ടായി. ഇറാന്റെ പിന്തുണയുള്ള ഇറാഖി സായുധ സംഘടനയാണ് ആക്രമണം നടത്തിയിരുന്നത്. ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണത്തിൽ 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും 24 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേലിനെ വളഞ്ഞിട്ടാക്രമിക്കാനുള്ള പദ്ധതിയാണ് ഇറാന്റേത് എന്ന് ഗോലാൻ കുന്നിലെ ഈ ആക്രമണം തെളിയിക്കുന്നു. ഗാസയിലും ലെബനനിലും ഇസ്രായേൽ വ്യോമാക്രമണം തുടരുക തന്നെയാണ്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 5 പേർ കൂടി കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. ലെബനനിലെ ബെയ്റൂട്ടിൽ ഇന്നലെയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കനത്ത വ്യോമാക്രമണമാണ് നടന്നത്. ഇതിനിടെയാണ് ഇസ്രായേൽ സിറിയ അതിർത്തിയിലെ ഗോലാൻ കുന്നുകളിൽ ഇറാഖി സായുധ സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. പശ്ചിമേഷ്യയിൽ പോരാട്ടങ്ങൾ മുറുകുന്നതിനിടെ ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നോർത്ത് കരോലിനയിലെ ഒരു പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും കൂടിയായ ട്രംപ്. ആണവ കേന്ദ്രം ആക്രമിക്കുന്നതിനെതിരെ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ പരാമർശം. ഇറാനെതിരെ കൂടുതൽ ഉപരോധം വേണം, എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഇസ്രായേലിനെ പ്രതിരോധിക്കാം, പക്ഷേ അത് ആനുപാതികമായി വേണം എന്നുമായിരുന്നു ബൈഡൻ പറഞ്ഞിരുന്നത്. ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളെക്കുറിച്ചും മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യത്തിനായിരുന്നു ട്രംപ് തുറന്നടിച്ചിരുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ആദ്യം ചെയ്യേണ്ടത്. ജോ ബൈഡനോട് ഈ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആണവ കേന്ദ്രങ്ങൾ തകർക്കൂ എന്നും അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ പിന്നീട് നോക്കാം എന്നുമായിരുന്നു അദ്ദേഹം മറുപടി പറയേണ്ടിയിരുന്നത്. ഇസ്രായേൽ അത് ചെയ്യുന്നതിനർത്ഥം ചെയ്യുന്നു എന്ന് തന്നെയാണ്. എന്നാൽ അവരുടെ പദ്ധതികൾ എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്നും ട്രംപ് പറയുകയുണ്ടായി. അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നത്. ഇസ്രായേലിലെ ടെലവീവിൽ ഉൾപ്പെടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും വ്യക്തമാക്കിയിരുന്നു.